നമ്മുടെ രാജ്യത്തിന് ഒരു തീരാ നഷ്ടമാണ് ഇന്നലെ ഉണ്ടായത്. ഇന്ത്യ ചരിത്രത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ചലഞ്ചുകൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ 10 വർഷം രാജ്യത്തെ നയിക്കുന്നതിനുള്ള അവസരം അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ ഒരു നിഴൽ പോലെ പ്രവർത്തിക്കുന്നതിനുള്ള അവസരം ഉണ്ടായി. സ്വന്തം പേരിനെക്കാട്ടിലും പ്രശസ്തിയെക്കാട്ടിലും ഒക്കെ ഉപരിയായിട്ട് രാജ്യ സ്നേഹം, രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ അത് മാത്രം മുൻനിർത്തി പ്രവർത്തിച്ചിരുന്ന മഹാനായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. ഒരു അവസരത്തിൽ തൻ്റെ പേരിനോ പ്രശസ്തിക്കോ പെരുമയ്ക്കോ വേണ്ടി അദ്ദേഹം യാതൊരു കാര്യങ്ങളും ചെയ്തിരുന്നില്ല. മറിച്ച് രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുരോഗമനപരമായ കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കാലത്ത് വളരെയധികം പുരോഗമനാത്മകമായ പദ്ധതികളും പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ ഉള്ള ഏറ്റവും പ്രധാനമായ പങ്ക് അദ്ദേഹം വഹിച്ചിരുന്നു. അതിനെയൊക്കെ നയിച്ചിരുന്നത് അദ്ദേഹമാണെങ്കിലും എല്ലാ അവസരങ്ങളിലും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിരുന്ന ഞങ്ങളോടൊക്കെ പറയുമായിരുന്നു, ഇതിൻ്റെ ഒന്നും ക്രെഡിറ്റ് എനിക്കല്ല, ഇതിനൊന്നും എനിക്ക് ക്രെഡിറ്റ് ആയിട്ട് പറയരുത്. പ്രധാനമന്ത്രി ചെയ്തുവെന്നോ അല്ലെങ്കിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് ചെയ്തുവെന്നോ ഒരു കാര്യവും പറയരുത്. മറിച്ച് ഇതൊക്കെ രാജ്യത്തിലെ എല്ലാവരുടെയും കൂട്ടായ്മ പ്രവർത്തിച്ച് അതിൻ്റെ ഫലമാണ്. എല്ലാ ആളുകളുടെയും സമവായത്തോടുകൂടി എല്ലാവരെയും ഒരുമിച്ച് നിർത്തി പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമാണ് രാജ്യത്ത് അന്ന് ഉണ്ടായിരുന്ന ചലഞ്ചസിനെയൊക്കെ അദ്ദേഹം അഭിമുഖീകരിച്ചു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും മറക്കാനാവാത്ത സ്വഭാവം അല്ലെങ്കിൽ മറക്കാനാവാത്ത കാര്യം, സ്വന്തം താല്പര്യങ്ങൾ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്യുക മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഇത്ര സ്ഥാപിത താല്പര്യങ്ങളൊന്നുമില്ലാതെ പ്രവർത്തിച്ചിരുന്ന ഒരു രാഷ്ട്രീയ നേതാവ് സംശയമാണ് ഇന്ത്യയിൽ വേറെ ഉണ്ടായിരുന്നു എന്ന്. താങ്കൾ അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ഒപ്പം തന്നെ ഉപദേഷ്ടാവായും ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷേ വ്യക്തിപരമായി ഏറ്റവും കൂടുതൽ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അല്ലാതെ തന്നെ വ്യക്തിപരമായ അടുപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ രാഷ്ട്രീയ തീരുമാനം എടുക്കുമ്പോഴൊക്കെ ഉള്ള അങ്ങനെ എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുന്ന നിമിഷങ്ങളുണ്ടോ? ഒരു നിമിഷമല്ല, പല നിമിഷങ്ങളുമുണ്ട്. ആ നിമിഷങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്ന പ്രവർത്തനങ്ങളിലൊക്കെ അദ്ദേഹം എന്താ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞൊരു നിഴൽ പോലെ ഇരുന്ന് കാണാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ സമയത്തൊക്കെ തോന്നി എന്താ, അത് കഴിഞ്ഞാൽ ഈ മനുഷ്യന് സ്വന്തം താല്പര്യങ്ങളൊന്നുമില്ലല്ലോ. അദ്ദേഹം പലതരത്തിലുള്ള വിമർശനങ്ങൾക്കും ഇരയായിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊന്നും ആ വിമർശനങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് ഒരു അമർഷം അല്ല, ആളുകളോട് വിമർശിക്കുന്നവരോട് ഒരു എതിർഭാവമോ അല്ലെങ്കിൽ ഒരു ശത്രുത മനോഭാവം അദ്ദേഹത്തിന് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അതാണ് മനുഷ്യനെ ഏറ്റവും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. അതുപോലെ ഇത്ര വിനയാന്വിതനായ ഒരു മനുഷ്യനെ, ഒരു പ്രധാനമന്ത്രി പോകട്ടെ, ഒരു മനുഷ്യനെ കണ്ടുകിട്ടും ബുദ്ധിമുട്ട്. അദ്ദേഹം പ്രധാനമന്ത്രി ആയിരിക്കുന്നതിന് മുമ്പും ഒന്നോ രണ്ടോ അവസരങ്ങളിൽ കാണാനുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് പല
അവസരങ്ങളിൽ പ്രാക്ടിക്കലി എല്ലാ ദിവസവും എന്നോണം അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യലായിട്ട് വീട്ടിൽ വരുന്ന ആളുകളെ, ഒഫീഷ്യലായിട്ട് വരുന്ന ആളുകളെ കാണുകയും അവരുമായിട്ട് സംസാരിക്കുകയും അത് കഴിഞ്ഞ് അവരെ യാത്ര അയക്കുന്നത് ഒരിക്കലും മറക്കാനാവാത്ത കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹം ആര് അദ്ദേഹത്തെ കാണാൻ വന്നാലും അവരെയൊക്കെ അദ്ദേഹം ഗേറ്റിൻ്റെ അവിടം വരെ കൊണ്ടുവിടുമായിരുന്നു. ഇങ്ങനെ കൈ തൊഴുതുകൊണ്ട് ഒരു 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 മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ തുല്യരായിട്ടുള്ള മന്ത്രിമാരോ രാഷ്ട്രീയ നേതാക്കളോ വന്നാൽ അങ്ങനെ ചെയ്യാമായിരിക്കാം സാധാരണഗതിയിൽ. പക്ഷേ ഇത് ഏതൊരു മനുഷ്യൻ വന്നാലും സാധാരണക്കാരായ ആളുകൾ പലരും അദ്ദേഹത്തെ കാണാൻ വന്നിട്ടുണ്ട്. പല അവസരങ്ങളിലും ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പുറകിൽ നിൽക്കാനായിട്ടുള്ള അവസരമുണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു മനുഷ്യന് അത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. ഒരു മറ്റുള്ളവരെ തന്നെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഉള്ള ഒരു 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 പ്രവർത്തനമായിരുന്നില്ല. സ്വന്തം ഹൃദയത്തിൽ നിന്നും വരുന്ന ആ ഭാവനയാണ് എപ്പോഴും നമ്മുടെ മനസ്സിൽ, ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുക. അദ്ദേഹം ആളുകളെ ഇങ്ങനെ കൈ തൊഴുത് പിന്നെ ഗേറ്റിൻ്റെ പുറത്തേക്ക് നിർത്തുക, ഗേറ്റിൻ്റെ അല്ല വീടിൻ്റെ വാതിൽക്കലേക്ക് നിൽക്കുക എന്നുള്ള ആ ഒരു കാഴ്ച ഒരിക്കലും എൻ്റെ മനസ്സിൽ നിന്ന് മറക്കില്ല.